Hi everyone, this is Ebinche from Evika. അങ്ങനെ നമ്മുടെ iOS 17.4ൻ്റെ പുതിയ ബീറ്റ നമുക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ 5.71 GB എൻ്റെ ഐഫോൺ 11ൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറേയധികം ആപ്പിൾ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ബിൽ നമ്പറാണ്. അത് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മൾ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും iOS 17.4 21E5184I എന്ന്. ഈ I എന്ന് പറഞ്ഞ ആൽഫബറ്റ് എയിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കാണ് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് വരിക. അതിനെ കുറച്ചധികം അപ്ഡേറ്റ്സ് എന്തായാലും വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ പുതിയൊരു മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയാനും ഈ ഒരു അപ്ഡേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 30 ഇമോജീസാണ് വന്നിരിക്കുന്നത്. ഈ ഓരോ ഇമോജീസും iOS 17.4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് ശേഷം മാത്രമായിരിക്കും എല്ലാവർക്കും ലഭിക്കുക. കാരണം ആ ഒരു അപ്ഡേഷൻ്റെ പീരീഡ്, അതായത് ബീറ്റയുടെ പീരീഡിൽ ഈ പറയുന്ന എല്ലാ ഇമോജീസും ആൻഡ്രോയിഡ്, വിൻഡോസ് എന്നിങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും കൊടുക്കുകയും ആ ഒരു പ്ലാറ്റ്ഫോമിൽ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ ഒരു ഇമോജി വേറൊരു ആൻഡ്രോയിഡ് കൂട്ടുകാരന് സെൻഡ് ചെയ്യുമ്പോൾ അവരുടെ ഫോണിൽ കറക്റ്റായിട്ട് കാണിക്കുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് ചെറിയൊരു ബ്ലോക്ക് പോലെ അല്ലെങ്കിൽ ചെറിയൊരു സ്പേസ് പോലെ കാണിക്കുന്നത് ഈ ഒരു ഇമോജി കാണിക്കുന്നതായിരിക്കില്ല. അടുത്ത വന്നിരിക്കുന്നത് മേജർ ചേഞ്ചാണ്. യൂറോപ്യൻ യൂണിയനിൽ ആപ്പിൾ സൈഡ് ലോഡിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കുന്നതിന് മനസ്സിലാവും ആപ്പിൾ അനൗൺസ് ചേഞ്ച് ടു iOS സഫാരി ആൻഡ് ദ ആപ്പ് സ്റ്റോർ ഇൻ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ കുറേയധികം ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും ആപ്പിലൂടെ ആഡ് ചെയ്തിരിക്കുന്ന നോക്കാം. ഏറ്റവും വലിയ കാര്യം നമുക്ക് ഒരു അണ്ടർലൈൻ കോഡ് ഉണ്ടായിരുന്നു. ആ ഒരു കോഡ് ഇനി മുതൽ മാറുന്നതായിരിക്കും. കാരണം നമുക്ക് തേർഡ് പാർട്ടി ബ്രൗസേഴ്സ് യൂസ് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൂഗിൾ ക്രോമോ അങ്ങനെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ബ്രൗസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടർലൈൻ കോഡ് എന്ന് പറയുന്നത് സഫാരിയുടെ ആയിരുന്നു. ഈ ഒരു സഫാരിയുടെ അണ്ടർലൈൻ കോഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരുന്നു ആ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ റൺ ചെയ്തത്. പക്ഷേ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല. സഫാരിയുടെ മാത്രമല്ല ഗൂഗിൾ ക്രോമിൻ്റെ അണ്ടർലൈൻ കോഡ് ഉപയോഗിച്ചുകൊണ്ടും ഇനി ആ ഒരു ആപ്ലിക്കേഷന് റൺ ചെയ്യാൻ പറ്റും. പിന്നീട് വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ iOS 17.4ൽ സൈഡ് ലോഡിംഗ് വരുന്നതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ മാൽവെയർ ഉണ്ടെങ്കിൽ ഇനി മുതൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. കാരണം ആപ്പിൾ ഓൾറെഡി അതിനു വേണ്ടിയുള്ള കോഡിങ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കോഡിങ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി മുതൽ iOS 17.4 ഒഫീഷ്യലി ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ആ ആപ്ലിക്കേഷൻസിന് മാൽവെയർ നോട്ടിഫിക്കേഷൻസും വരുന്നതാണ്. അടുത്ത് വന്ന അപ്ഡേഷൻ iOS 7.3ൽ വന്നപ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷനായിട്ട് വന്നത് ആ ഒരു അപ്ഡേഷനായിരുന്നു. അതായത് നമ്മുടെ സ്റ്റോളൺ ഡിവൈസ് പ്രൊട്ടക്ഷനാണ് ആ ഒരു വലിയ കൺഫ്യൂഷൻ വന്നത്. നമ്മുടെ ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡിലേക്ക് പോകാം. നേരെ താഴത്തേക്ക് പോയി കഴിയുമ്പോൾ സ്റ്റോളൺ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന ആ ഒരു ഓപ്ഷനിൽ പുതിയൊരു ലൈനും കൂടെ അല്ലെങ്കിൽ പുതിയൊരു ഓപ്ഷൻ കൂടെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇനി മുതൽ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് ആ ഒരു കിൽ സ്വിച്ച് കിട്ടുന്നുണ്ട്. അതേപോലെ റിക്വസ്റ്റ് സെക്യൂർ ഡിലേ എന്ന ഓപ്ഷനിൽ ഇവിടെ അവേ ഫ്രം ഫെമിലിയർ ലൊക്കേഷനും ഓൾവേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ അവേ ഫ്രം ഫെമിലിയർ ലൊക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഫേസ് ഐ ഡി മാത്രമായിരിക്കും ചോദിക്കുക. ഇനി ഞാൻ ഓൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് ടേൺ ഓൺ ചെയ്യാണ്. ഇനി ഓൾവേസ് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഓഫ് ചെയ്യാൻ നേരമാണെങ്കിലും ഈ പറയുന്ന സെക്യൂരിറ്റി ഡിലേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. 1 മണിക്കൂറിൻ്റെ സെക്യൂരിറ്റി ഡിലേ വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടെ സ്റ്റാർട്ട് സെക്യൂരിറ്റി ഡിലേ എന്ന് കൊടുത്താൽ കറക്റ്റായിട്ട് എനിക്ക് കറക്റ്റ് ഒരു മണിക്കൂർ ടൈമറും ബാക്കി ഡീറ്റെയിൽസും വരുന്നതായിരിക്കും. അടുത്ത മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിലാണ്. നേരെ താഴത്തേക്ക് പോകാം. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എടുക്കാം. ഇവിടെ നമുക്ക് പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും കോൺടാക്ട്ലെസ് ആൻഡ് NFC എന്ന്. ആപ്പിൾ ഈ പറയുന്ന NFC കുറച്ചും കൂടെ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷൻസ് ദാറ്റ് ഹാവ് റിക്വസ്റ്റ് ടു എബിലിറ്റി ടു യൂസ് കോൺടാക്ട്ലെസ് ആൻഡ് NFC വിൽ അപ്പിയർ ഹിയർ എന്ന്. നമ്മുടെ ഈ പറഞ്ഞ iOS 17.4 റിലീസ് ചെയ്യുന്ന സമയത്തോട് തന്നെ iOS 17.4 ആകുമ്പോഴത്തേക്കും കുറേയധികം പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ ഡെവലപ്പേഴ്സിന് ഈ ഒരു NFC യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു യൂസേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ആപ്പിൾ പേയും അല്ലെങ്കിൽ ആപ്പിളിൻ്റെ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റും ഇന്ത്യയിലും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത മാറ്റം നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷനാണ്. മ്യൂസിക് ആപ്ലിക്കേഷനിൽ ഇവിടെ താഴത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ഏറ്റവും അവസാനത്തെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹോം എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പണ്ട് ലിസൺ നൗ എന്ന ഓപ്ഷൻ മാറ്റിക്കൊണ്ട് തന്നെ ഹോം എന്നുള്ള പേരിലേക്ക് ആപ്പിൾ മാറിയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് iOS 17 അല്ലെങ്കിൽ iOS 18ലേക്ക് വരുമ്പോൾ ഫുൾ ഒരു റീമാപ്ഡ് ആയിട്ടുള്ള
ഒരു മ്യൂസിക് ആപ്ലിക്കേഷൻ ലഭിക്കാനായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആപ്പിൾ ഓരോ കാര്യങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മുടെ സിറിയിലും ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നേരെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ സിറിയൻ സെർച്ച് എടുക്കാം. ഇവിടെ സിറിയിൽ മെസ്സേജിങ് വിത്ത് സിറി എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് യൂഷ്വലി ഉണ്ടായതായിരുന്നു. പക്ഷേ റീഡ് മെസ്സേജിൽ ആഡ് ലാംഗ്വേജ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്ക് ഈ പറഞ്ഞ അറബിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ആപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വന്ന മാറ്റം, നമ്മുടെ മേജർ മാറ്റം വന്നിരിക്കുന്നത് പോഡ്കാസ്റ്റ് ആപ്പിലാണ്. ഇപ്പോൾ ഞാനിവിടെ ജയ് ഷെട്ടി എന്ന ഒരാളുടെ ആ ഒരു പോഡ്കാസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് താഴത്ത് ഈ ഒരു സൈഡ് നോക്കുമ്പോൾ ലിറിക്സിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് പ്ലേ ചെയ്യാണ്. പോഡ്കാസ്റ്റ് പ്ലേ ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന ലിറിക്സ് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷനിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ജമ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ പറഞ്ഞ പോഡ്കാസ്റ്റ് ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായിട്ട് iOS 7.4 വന്ന ബഗ് ഫിക്സ് നോക്കാം. നേരെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. ആപ്പിൾ iOS 7.3 കാണിച്ച ആ ഒരു വൃത്തിയിട്ട പരിപാടി ഇവിടെ കാണിക്കുന്നില്ല. കാരണം കറക്റ്റായിട്ട് അവർ ഡോക്യുമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ആപ്പിലാണ് പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ ഏതൊക്കെ ആപ്പ് നമുക്ക് യൂസ് ചെയ്യാം, കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യും, എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെസ്സേജസിൽ നോൺ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റിക്കേഴ്സിലും അതേപോലെ മെമ്മോജി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ മേ ബി അപ്പിയർ ബ്ലാങ്ക് എന്നുണ്ട്. കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ആപ്സിൽ നിന്ന്, നമ്മൾ ഈ പറഞ്ഞ മെസ്സേജിങ് ആപ്സിൽ നിന്ന് നമ്മൾ പുതിയ ഇമോജി സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ റിസീവറിന് ജസ്റ്റ് ഒരു ബ്ലാങ്ക് പോർഷനായിട്ടായിരിക്കും ലഭിക്കുന്നത്. ആ ഒരു മെമ്മോജി അല്ലെങ്കിൽ ആ പറയുന്ന ഇമോജി അവരുടെ ഡിവൈസിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ബ്ലാങ്ക് സ്പേസ് ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഡീറ്റെയിൽഡായിട്ട് ഈ പറഞ്ഞ ബഗ്സിലും ബാക്കി കാര്യങ്ങളിലും ആപ്പിൾ ഡോക്യുമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി iOS 7.4 ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്നായിരിക്കും റിലീസ് എന്ന് വെച്ചാൽ മിക്കവാറും മാർച്ച് ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കും. മാർച്ചിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ഫെബ്രുവരി എന്ന മന്ത് ഫുള്ള് നമുക്ക് ബീറ്റാസിൻ്റെ ആ ഒരു മന്തായിരിക്കും. മാർച്ച് ആകുമ്പോഴത്തേക്കുമായിരിക്കും യൂറോപ്യൻ യൂണിയൻ്റെ ആ എല്ലാം കൺക്ലൂഡ് ചെയ്ത് ആപ്പിൾ നമുക്ക് തരാൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 7.4 പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക, പുതിയൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറുക. ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴ്ത്തുന്നുണ്ട്. ഗോ ഫോളോ മീ Instagram too. And thank you so much for watching this whole video. This is Evin Xavier signing from Evica.